Hello dear student, welcome back to EduValley 2.0. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാം ആയ ഇക്കണോമിക്സിൻ്റെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ക്രിസ്മസ് എക്സാമിന് മെയിനായിട്ട് പഠിക്കേണ്ട ഇക്കണോമിക്സിൽ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കിന് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ. പിന്നെ നിങ്ങൾക്കറിയാം എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമ്മൾ കൊമേഴ്സുകാർക്ക് മാത്രമല്ല ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും ഉണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും ഒരേപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളോടൊരു കാര്യം സൂചിപ്പിക്കാനായിട്ടുള്ളത്, നമ്മൾ ഒരു ക്രാഷ് ബാച്ച് തുടങ്ങുന്നത് നിങ്ങളോട് പറഞ്ഞിരുന്നു. 50 days ആണ് നമ്മുടെ ക്രാഷ് ബാച്ച്. ആ 50 days എന്ന് പറയുമ്പോൾ ജനുവരി പകുതിയൊക്കെ ആയിട്ടാണ്. നമ്മൾ ഡേറ്റ് കറക്റ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ദെൻ ഡീറ്റെയിൽസ് എല്ലാം അറിയുന്നതിനായിട്ട് നമ്മൾ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ. നമ്മുടെ മെയിൻ സബ്ജക്റ്റുകളായ ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് മാത്സ് കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് ക്രാഷ് ബാച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ഇക്കണോമിക്സിൽ നമുക്ക് 2 പാർട്ടായിട്ടാണ് പഠിക്കാനുള്ളത്. പാർട്ട് 1 മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് പാർട്ട് 2 മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ഫസ്റ്റത്തെ 5 ചാപ്റ്ററും മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ സ്കിപ്പിംഗ് പോർഷൻ ഈ ക്രിസ്മസ് എക്സാമിന് നമുക്ക് സ്കിപ്പിംഗ് പോർഷൻ ഒന്നും തന്നെ ഇല്ല. കാരണം ഈ വരെയുള്ള എക്സാം നമുക്ക് ഫൈനൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന തന്നെയാണ്. ഇതിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട പോർഷൻസ് ഒന്നും തന്നെ ഇല്ല. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാം 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ബോത്ത് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് സ്റ്റുഡൻസിനും 2 പേർക്കും ഒരേപോലെയാണ് 80 മാർക്ക്. ദെൻ നിങ്ങൾക്ക് കുറേ പേരാണ് മൈക്രോന്ന് 40, മാക്രോ 40, അങ്ങനെ നമുക്കൊന്ന് പറയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് ഇത്ര മാർക്ക് തന്നെയാണ് മൈക്രോന്ന് വരുള്ളൂ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ദെൻ നിങ്ങളോട് പഠിക്കാനായിട്ടുള്ളൊരു ടിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. മൈക്രോ ഇക്കണോമിക്സ് നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലും അതിൽ കർവുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ആദ്യം ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ കർവ് പഠിക്കുക. എനിക്ക് തോന്നുന്നു നന്നായി ഒരുപാട് കർവുകൾ ഓരോ ചാപ്റ്റർ വൈസും നമുക്ക് കർവുകൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പം നമ്മൾ കർവുകൾ മാത്രമായിട്ട് നിങ്ങൾ പഠിക്കാൻ ഇമ്പോർട്ടൻറ്റ് കർവുകൾ മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പിന്നാലെ. അതേപോലെ നമ്മൾ എസ്എ ക്വസ്റ്റ്യൻ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട എസ്എ ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അതെല്ലാം നമുക്ക് ഇതിന് പിന്നാലെ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചാപ്റ്റർ വൈസ് ആണ് പഠിക്കാനായിട്ടുള്ളത്, മെയിൻ ടോപ്പിക്കുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ദെൻ മാക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലും ഫോർമുലാസ് ആണ് പഠിക്കാനുള്ളത്, അതായത് ഇക്വേഷൻസ് ആണ്. ദെൻ അവിടെ കുറേ തിയറി, എസ്സേ മാർക്ക് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് കുറേ എഴുതാനുള്ള കാര്യങ്ങൾ. അവിടെ മൈക്രോയിൽ നമുക്ക് കൂടുതലും കർവുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. നമുക്ക് ഇവിടുന്ന് 5 മാർക്കിൻ്റെ വീറ്റേജസ് ആണ് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൂം ടു പ്രൊഡ്യൂസ്, അതൊക്കെയാണ് അതിൻ്റെ ആൻസർ. ഇത് നമുക്ക് 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ PPC കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്, അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഡയഗ്രാം, ദെൻ ഉള്ളിലൊരു പോയിന്റ്, അതും ഒരു പോയിന്റ്, പുറത്തൊരു പോയിന്റ്, ഇതെന്താണ് ഡിനോട്ട് ചെയ്തത് എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം 2 മാർക്സിന്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് 2 മാർക്കിന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ടൈപ്സ് ഓഫ് ഇക്കണോമിക്സ് ഇവിടെ ഉണ്ട്. അതായത് സെൻട്രലി പ്ലാൻഡ്, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി, മിക്സ്ഡ് ഇക്കോണമി അല്ലേ. അപ്പോൾ ആ 3 ടൈപ്പ് ഓഫ് ഇക്കോണമി, നമ്മുടെ ഇക്കോണമി ഏതാണ്? മിക്സ്ഡ് ഇക്കോണമി ആണ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഇക്കോണമീസും തമ്മിലുള്ള ഡിഫറൻസ്, അതിൽ മിക്സ്ഡ് ഇക്കോണമി വല്ലാണ്ട് പഠിക്കാനായിട്ടില്ല. നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് മാർക്കറ്റ് ഇക്കോണമി അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഇക്കോണമി തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ആ ഡിഫറൻസ് പഠിക്കാൻ നമുക്ക് 3 മാർക്കിനും എഗെയിൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള മൈക്രോ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. നമുക്ക് 16 മാർക്കോളം നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ട്. അപ്പം നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആൻഡ് തേർഡ് ചാപ്റ്റർ ഒക്കെ നല്ല രീതിയിൽ പഠിക്കാം. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് പഠിക്കണം. ബഡ്ജറ്റ് ലൈൻ 4 മാർക്കാണ് നമുക്ക് കൊടുക്കുക. കാരണം ഇവിടെ നമുക്ക് പ്രോബ്ലം ചോദിക്കാം, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ചോദിക്കാം, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വരയ്ക്കാൻ, അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ചോദിക്കാം, എന്തും ചോദിക്കാം പ്രോബ്ലം ആയിട്ടൊക്കെ. അതുകൊണ്ടാണ് 4 മാർക്ക് കിട്ടത്. ദെൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണ് 8
മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആണത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം, ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. അതിന്റെ കംപ്ലീറ്റ് തിയറീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ദെൻ ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ. ഇപ്പൊ നിങ്ങളോട് ഒരു ബഡ്ജറ്റ് ലൈൻ നോർമൽ ബഡ്ജറ്റ് ലൈൻ തരും, പ്രൈസ് കൂടി, അപ്പൊ എന്താ സംഭവിക്കുക, ബഡ്ജറ്റ് ലൈൻ എങ്ങനെ ഷിഫ്റ്റ് ആവുന്നു, ആ ഡീറ്റെയിൽസ് പഠിക്കുക. നമുക്ക് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, അതായത് ഒരൊറ്റ ബഡ്ജറ്റ് ലൈൻ ഡിമാൻഡ് കർവ്, ബഡ്ജറ്റ് ലൈൻ അല്ല ഡിമാൻഡ് കർവ്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് മാറി, അത് നമുക്ക് വരയ്ക്കാനായിട്ട് 3 മാർക്കിന് ചോദിക്കാം. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് പ്രോബ്ലം ആയിട്ടും 4 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് ചോദിക്കാറുണ്ട്. ലീനിയർ കർവ്, അതായത് ഇങ്ങനെ വരച്ചിട്ട് ഈ പോയിന്റുകളിലൊക്കെ എത്രയാണ് അതിന്റെ ഇലാസ്റ്റിറ്റി ചോദിക്കാറുണ്ട്. നമ്മൾ അത് കർവിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും, അതിൽ എല്ലാ കർവുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. അതുപോലെ തന്നെ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നോക്കി അത്യാവശ്യം നല്ല മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ 2ാം പാഠം എല്ലാവരും വേഗം നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ദെൻ 3rd ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റും നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കാവുന്നത്. ഐസോകോണ്ട് എന്താണ് 2 മാർക്കിന് ചോദിക്കാം. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതുപോലെ 8 മാർക്ക്, രണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ കോസ്റ്റിന്റെ കാൽക്കുലേഷൻസ് 8 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. AFC, AVC, TC, TVC, TFC ഒക്കെ ഉണ്ട്. എല്ലാവരും 7 8 തരം കോസ്റ്റ് കർവ് നമുക്ക് ചോദിക്കാവുന്നതാണ്. റിട്ടേൺ ടു സ്കെയിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ്. ദെൻ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 4 മാർക്കിന് ചോദിക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP, AP, MP ഇതൊക്കെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാതും ഷോർട്ട് എസ്സേ ടൈപ്പ്. ഇതിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ. ദെൻ 4ാം പാഠം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചാപ്റ്റർ തന്നെയാണ്. 2, 3 നിങ്ങൾ മൈക്രോയിൽ 2, 3, 4 ആദ്യം പഠിക്കേണ്ടതാണ്. 9 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദി ഫേം, പെർഫെക്റ്റ് മൊബിലിറ്റി, അങ്ങനെയുള്ളതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 8 മാർക്കിന്റെ ചോദ്യമാണ്. 3 കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ കർവ് വരയ്ക്കുക, ഇത്രയേ ഉള്ളൂ. 8 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ദെൻ ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ് 2 മാർക്കിനും 4 മാർക്കിനും ചോദിച്ച് കണ്ടിട്ട് വരയ്ക്കണം. ഇതിനെല്ലാത്തിലും നമ്മൾ ഏത് മൈക്രോയിൽ ഏത് ടോപ്പിക് എടുത്താലും അതിനെല്ലാത്തിനും എന്തുണ്ട്, നമുക്ക് കർവുകളുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഏതാണ്, ലോ ഓഫ് സപ്ലൈ എന്താണ്, ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കാം. ദെൻ ഡിറ്റർമിനൻസ് ഓഫ് ലോ ഓഫ് സപ്ലൈ, ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, നമ്മൾ ഡിമാൻഡിൽ പഠിച്ച അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത്രയാണ് നമ്മൾ 4th ചാപ്റ്റർ പഠിക്കാനുള്ളത്. ദെൻ ഫൈനൽ ആയിട്ട് നമുക്ക് എക്സാം എഴുതുന്ന മാർക്കറ്റ് ഇക്വിലിബ്രിയം 8 മാർക്കിന്റെ ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും എന്താണെന്നാണ്. 4 മാർക്കിന് ഇത് രണ്ടും നമുക്ക് ചോദിക്കാം. ഏതെങ്കിലും ഒരെണ്ണാവും ചോദിക്കാവുന്നെങ്കിൽ പ്രൈസ് സീലിംഗ് അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോർ. ഇനി അതല്ല ചിലപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാവും ചോദിക്കാം. ദെൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണ്, എന്താണ്, വരയ്ക്കണം. എല്ലാത്തിനും കർവുകളുണ്ട്, വരയ്ക്കുക. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ഇക്വിലിബ്രിയം പോയിന്റിൽ ഡിമാൻഡ് ഷിഫ്റ്റ് ആയാൽ എങ്ങനെ വരയ്ക്കുക, സപ്ലൈ ഷിഫ്റ്റ് ആയാൽ എങ്ങനെ വരയ്ക്കുക, അത് നിങ്ങൾക്ക് ആ ഒരു പിക്ചർ വരച്ചാൽ തന്നെ അത് ഓർമ്മയുണ്ടാവും. ഇത്രയാണ് മൈക്രോയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി മാക്രോയിലേക്ക് കടക്കാം. മാക്രോയിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ട്. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് ഉണ്ടായത്, ഉത്ഭവിച്ചത്. അതേപോലെ തന്നെ അവിടെ നമുക്ക് 1 മാർക്കൊക്കെ, ഇത് 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അവിടെ ഒരുപാടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലും, 2ാമത്തെ ഫസ്റ്റ് ചാപ്റ്ററിലും. ദെൻ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിൽ ഡിഫറൻസ് 5 മാർക്ക് വരെ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി നല്ല എളുപ്പമാണ്, 2 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുള്ളൂ. എന്താണ് ഫേം, ഹൗസ് ഹോൾഡ്, അതേപോലെ ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ അല്ലെ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ 18 മാർക്കിന്റെ വെയിറ്റേജ് നമുക്ക് അവിടെ എടുക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ ഒരുപാട് ഇക്വേഷൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ഏത് ഇക്വേഷൻ പഠിച്ചാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തെറ്റും. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ. അപ്പം നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാൾ മുന്നേ ഇതിൽ തിയറീസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് ഡയഗ്രാം പഠിക്കണം. റിയൽ ഫ്ലോ, മണി ഫ്ലോ ഇതിൽ സെപ്പറേറ്റ് കാണിച്ചു കൊടുക്കണം കേട്ടോ 2 മാർക്കിനെ.
മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. GDP യുടെ ഇക്വേഷൻ നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. GDP ഡിഫ്ലേറ്റർ എന്താണ് 2 മാർക്ക്. GDPയും വെൽഫെയറും തമ്മിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ആക്കാൻ സാധിക്കുമോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. മെയിൻ ടോപ്പിക്കുകൾ മാത്രം മിസ് ചെയ്യുന്ന എടുത്തിട്ടുള്ളൂ. ഇതിൽ വേറെ ഇക്വേഷൻസ് ഒന്നും എടുത്തിട്ടില്ല. GDP യുടെ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ GDP കണ്ടുപിടിക്കാനുള്ള ഏതെങ്കിലും ഇക്വേഷൻസ് ഏതാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഇക്വേഷൻസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുക. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് പഠിക്കുന്നതിന് മുന്നേ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്ക് മെയിനായിട്ടായിരുന്നു പഠിക്കുക കേട്ടോ. ദെൻ അടുത്ത ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്. അതേപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിയേ, മാക്രോലത്തെയും മൈക്രോലത്തെയും 2, 3, 4 ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് കണ്ടില്ലേ? ഈ 2-4 പാഠങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ജയിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠങ്ങൾ. ദെൻ ഈ ഒരു പാഠത്തിൽ ഫുൾ തിയറി ആണ്. ഫുൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നിങ്ങൾ വായിച്ച് പഠിച്ച് ബിസിനസ് സ്റ്റഡീസ് പോലത്തെ പാടാണിത്. ഇതിലൊരു ചെറിയൊരു ഡയഗ്രാം അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ഇവിടെ പഠിക്കാനായിട്ട് പ്രത്യേകിച്ചില്ല. ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പണ്ടത്തെ സിസ്റ്റം ആണ് അല്ലേ, എക്സ്ചേഞ്ച് ഇൻ പ്ലേസ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, ബാർട്ടർ സിസ്റ്റം. അതിൻ്റെ പോരായ്മകൾ, ഫങ്ഷൻസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഇത് മൂന്നും 8 മാർക്കിന് ചോദിക്കാം. സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് 5 മാർക്കിന് ചോദിക്കാം. മോട്ടീവ്സ് ഓഫ് മണി നമുക്ക് 8 മാർക്കിന്റെ, അതായത് സ്പെക്കുലേറ്റീവ്, പ്രിക്കോഷണറി ആൻഡ് ട്രാൻസാക്റ്റീവ്. മണി സപ്ലൈ, അതായത് M1, M2, M3, M4 ഇക്വേഷൻസ് പഠിക്കണം. നാരോ മണി ഏതാ, ബ്രോഡ് മണി ഏതാ, 1 മാർക്കുകൾ ഒരുപാട് കിടക്കുന്ന പാടാണിത്. ഒപ്പം മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് മെയ്ഡ് ബൈ ദ മണി സപ്ലൈ സിസ്റ്റം ഓഫ് ഇന്ത്യ, അതായത് CRRഉം SLRഉം ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻസും എല്ലാം അതിൽ വരുന്നുണ്ട്. 8 മാർക്കിനോ അല്ലെങ്കിൽ പിന്നെ 5 മാർക്കിനോ ആണെന്ന് അതിന് ചാൻസ് ഉള്ളത്. അപ്പൊ ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഡെഫിനറ്റ് ആണ് കേട്ടോ. ഇനി മണിയുടെ ഫംഗ്ഷൻ ആവാം, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ആവാം, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ആവാം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കാം. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഇവിടെ നമുക്ക് 8 മാർക്കിന്റെ 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. ഇതിൽ എക്സ് ആൻഡ് എക്സ്പോസ്ഡ് എന്താണ് 2 മാർക്കിന്. ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം ഇൻകം, ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് 5 മാർക്കിന് ചോദിക്കാം കേട്ടോ. അഗ്രിഗേറ്റ് ഡിമാൻഡ് C + I ഡിവൈഡഡ് ബൈ 1 - C എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 സെക്ടർ ഇക്കോണമിയുടെ അഗ്രിഗേറ്റ് ഇൻകം, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡും കണ്ടുപിടിക്കുക. MPSഉം MPCയും 2 മാർക്കിന്. ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ 2 മാർക്കിന്. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇല്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ വേണമെങ്കിൽ ഓണപരീക്ഷ മുതൽ ഈ ചാപ്റ്റർ ഉണ്ട് വെച്ചെങ്കിൽ ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം, ഫൈനൽ എക്സാം, അതിലൊക്കെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യങ്ങളാണിത്. ഓക്കെ, ഇത്രയാണ് മാക്രോ എക്കണോമിക്സിൽ നിന്നും പഠിക്കാനുള്ളത്. അപ്പോൾ മാക്രോയിൽ നിന്നും മൈക്രോയിൽ നിന്നും നിങ്ങൾ ഓരോ ചാപ്റ്ററിൽ വീതം, അതായത് നമുക്ക് മൊത്തം 9 ചാപ്റ്ററാണ് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത്. ഈ 9 ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് 100% ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയുന്ന ചോദ്യങ്ങളാണ് മിസ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും പഠിക്കാത്തവരുണ്ട്, ഓരോ പാഠം എന്താ പഠിക്കേണ്ടെന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട് എങ്കിൽ ഈ വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതെങ്കിലും നിങ്ങൾ നന്നായി ഇതിൽ പഠിച്ചു പോവുക, എങ്കിലേ നമുക്ക് ഫൈനൽ എക്സാമിനൊരു മുന്നോടിയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.